നിഷ്കളങ്കനും കറയറ്റ കൃഷ്ണഭക്തനുമായിരുന്നു പൂന്താനം. ശുദ്ധ മനസ്കനായ പൂന്താനത്തിനെ ആരെങ്കിലും അപമാനിക്കുന്നത് കണ്ണന് ഇഷ്ടമായിരുന്നില്ല. ജ്ഞാനപ്പാനെ തിരുത്തിത്തരാൻ അപേക്ഷിച്ചു വന്ന പൂന്താനത്തെ മേൽപ്പത്തൂർ ഭട്ടത്തിരി പരിഹസിച്ചപ്പോൾ മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യത്തെക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ കണ്ണൻ പത്മനാഭോ അമരപ്രഭു എന്നതിന് പകരം പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലിയ പൂന്താനത്തിനെ രക്ഷിക്കാൻ ഞാൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭുവും കൂടിയാണ് എന്ന് പറഞ്ഞത് ഏറെ പ്രസിദ്ധമാണല്ലോ. സംസ്കൃതം കാര്യമായി അറിയില്ലെങ്കിലും ഭാഗവത കഥകൾ സരസമായി വർണ്ണിക്കാൻ പൂന്താനത്തിന് കഴിയുമായിരുന്നു. അതിനാൽ ഭക്തരുടെ അപേക്ഷ പ്രകാരം ഗുരുവായൂർ അമ്പലത്തിൽ ഭാഗവത സപ്താഹത്തിന് അർത്ഥം പറയാൻ പൂന്താനത്തിനെ നിയോഗിക്കുകയുണ്ടായി. സംസ്കൃത പണ്ഡിതരാണെന്ന് ഗർവം നടിച്ചിരുന്ന പലർക്കും ഇത് തീരെ രസിച്ചിരുന്നില്ല. ഒരു ദിവസം സപ്താഹത്തിന് ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം കഥ വായിച്ചു കൊണ്ടിരുന്ന സമയം രുക്മിണി കൃഷ്ണന്റെ അടുക്കലേക്ക് ഒരു ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ഭാഗമെത്തി. സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലി നിർത്തിയ ഉടനെ പൂന്താനം രുക്മിണി ഒരു കത്തും കൊടുത്ത് ബ്രാഹ്മണനെ കൃഷ്ണന്റെ അടുക്കിലേക്ക് അയച്ചു എന്ന അർത്ഥം പറഞ്ഞു. ഇത് കേട്ടതും സദസ്സിൽ നിന്നൊരു നമ്പൂതിരി ചാടി എഴുന്നേറ്റു. കഷ്ടം തന്നെ പൂന്താനം, എവിടെയാണ് ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ബ്രാഹ്മണനെ പറഞ്ഞയച്ചു എന്നല്ലാതെ കത്ത് കൊടുത്തു എന്ന് എവിടെയെങ്കിലും പറയുന്നില്ലല്ലോ. ഒന്നുകിൽ ആ സംഗതിയുള്ള ശ്ലോകം ഇവിടെ ചൊല്ലണം, ഇല്ലെങ്കിൽ ഭാഗവതത്തിന് അർത്ഥം പറയുന്ന പരിപാടി പൂന്താനം ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്ന് ശഠിച്ചു. കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മനോധർമ്മം പോലെ കഥ പറയാറുള്ള പൂന്താനം ഇതിന് എന്തു മറുപടി പറയണമെന്നറിയാതെ വിഷമിച്ചു. നിഷ്കളങ്കരായ ഭക്തരുടെ സങ്കടം കൃഷ്ണന് സഹിക്കാൻ കഴിയില്ലല്ലോ. ഉടൻ ശ്രീലകത്ത് നിന്ന് കണ്ണന്റെ അശരീരി മുഴങ്ങി. അന്ന് ബ്രാഹ്മണൻ എന്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണി എഴുതിയ കത്തും ഉണ്ടായിരുന്നു. അതിനാൽ തർക്കിക്കേണ്ട. പൂന്താനം പറഞ്ഞതാണ് ശരി. ഗുരുവായൂരപ്പന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും ആനന്ദാതിശയങ്ങളോടെ കൃഷ്ണനെ സ്തുതിച്ചു. പൂന്താനം രചിച്ച മനോഹരമായ ഒരു കാവ്യമാണ് സന്താന ഗോപാലം പാന. തന്റെ പുത്രൻ അകാലത്തിൽ മരണപ്പെട്ടതിന്റെ ദുഃഖം മാറാൻ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ ഭജിച്ച് കഴിയുമ്പോഴാണ് പൂന്താനം ഈ കാവ്യം രചിച്ചത്. ഈ കാവ്യത്തിൽ കൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ പോകുന്ന ഒരു ഭാഗമുണ്ട്. അത് എഴുതുമ്പോൾ എങ്ങനെയാണ് വൈകുണ്ഠത്തെ വർണ്ണിക്കേണ്ടത് എന്ന് പൂന്താനത്തിന് സംശയമായി. അന്ന് രാത്രി സ്വപ്നത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷമായി വൈകുണ്ഠത്തെ പൂന്താനത്തിന് കാണിച്ചു കൊടുത്തു അത്രേ. അത് പ്രകാരമാണ് പൂന്താനം വൈകുണ്ഠ വർണ്ണന നടത്തിയതെന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പൂന്താനം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. മരണസമയം അടുത്തപ്പോൾ എന്നെ കണ്ണൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ഇല്ലത്ത് നിന്ന് അടുത്തുള്ള ശങ്കരൻ കുന്നിലേക്ക് കയറിപ്പോയ പൂന്താനം അവിടെ വെച്ച് ഉടലോടെ വൈകുണ്ഠത്തെ പ്രാപിച്ചു അത്രേ. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്താണ് പൂന്താനം ഇല്ലം.